ഞാൻ പ്രകാശൻ എന്ന സിനിമ കണ്ട എല്ലാവർക്കും അറിയാം. അതിലൊരു കൊച്ചുകുട്ടി വന്നിട്ട്, ടീന എന്ന് പറഞ്ഞൊരു കുട്ടി വന്നിട്ട് നമ്മുടെ ഫഹദിഖാനെ പട്ടിയായിട്ട് ഓടിക്കുന്ന ഒരു സീൻ നമ്മളെല്ലാവരും കണ്ടായിരുന്നു. ആ കുട്ടീനെ നമ്മൾ ഓടിച്ചിട്ട് പിടിച്ച് ഇന്ത്യ ഗ്ലിറ്റ്സ് വ്യൂവേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. വെൽക്കം ടു ഇന്ത്യ ഗ്ലിറ്റ്സ് ദേവിക. അതെ ഞാനായിട്ട് അതിലൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പോയി തുറന്നു ഓടിച്ചു മാത്രമല്ലോ. അയ്യോ, സ്വഭാവം അറിഞ്ഞൂടെ? പ്രകാശന്റെ സ്വഭാവം അറിഞ്ഞൂടെ? അതിനൊരു ഓട്ടം ആവശ്യമായിരുന്നു, അത്യാവശ്യമായിരുന്നു. അതിനെ കൊണ്ടാ ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട് ഇപ്പം ദേവിക എന്നെ ശരിക്കും കണ്ടിട്ട് സത്യം സാർ വിളിച്ചിട്ട് പോയാണോ? ഇതാണല്ലോ അത് ആക്ച്വലി എന്നെ ഒരു 6th 7th ഒക്കെ പഠിപ്പിച്ച മാമാണ് രേണുക മാം. ഡോക്ടർ ബാലകൃഷ്ണൻ എന്ന് പറയുന്നൊരു ഡയറക്ടർ ഉണ്ട്. അപ്പം അവരുടെ മകളാണ് രേണുക മാം. അപ്പം അവരും സത്യൻ സാറും ഒക്കെ ഭയങ്കര ക്ലോസാ. അപ്പം രേണുക മാം സജസ്റ്റ് ചെയ്തു, എന്നെ അല്ല എന്റെ ഫ്രണ്ടിന്. എന്നിട്ട് അപ്പൊ അവള് ഋതു ഞാൻ സജസ്റ്റ് ചെയ്ത. അങ്ങനെയില്ല, പാവം കുട്ടി. ഋതു ഡബിങ് ആയിരുന്നു. ഋതുവിന് ഇൻട്രസ്റ്റ് ഡബിങ്ങില്ല. അല്ല സത്യമായിട്ടല്ല. ഋതു അപ്പൊ പറഞ്ഞു ദേവുനാണ് ഇൻട്രസ്റ്റ്. എനിക്കാണെങ്കിൽ പണ്ടേ ഇഷ്ട, എപ്പോഴും ഇഷ്ട, സത്യമായിട്ടും അതെ. അപ്പൊ ഋതു എന്നെ സജസ്റ്റ് ചെയ്തു. എന്റെ ഫ്രണ്ട് ഋതു ആണ് എനിക്ക് ചന്ദ്രിക സജസ്റ്റ് ചെയ്തത്. അതെ, ദുൽഖർ സൽമാനാണ് ഫാൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ദുൽഖർ സൽമാൻ ആണ് ഫാൻ എന്നല്ല, സൽമാന്റെ ഫാനാണ്. ഒരുപാട് വീഡിയോസ് വന്നു. ഇത് ഫഹദിക്ക കണ്ടു കഴിഞ്ഞാൽ പണി കിട്ടൂല? അയ്യോ എന്തിനാ, ഞാൻ ഫഹദിക്ക ഭയങ്കര അടിപൊളി ആക്ടിങ് ആണ് കേട്ടോ, സത്യമായിട്ടോ അതെ. പക്ഷെ ഞാനൊരു കട്ട ഫാൻ ഗേൾ. അത് ഇന്നാളും ഞാൻ പറഞ്ഞു, ഫാൻ ഗേൾ ആയിരുന്നില്ല. ഭയങ്കര അടിപൊളി ആക്ടിങ് ഇഷ്ടമായിരുന്നു എല്ലാവർക്കും. അതെ, ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫഹദിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഷാനുഖാനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ദുൽഖർ സൽമാന്റെ ആണ് ഫാൻ. ഇപ്പൊ ഷാനുഖയുടെയും ഫാൻ ഗേൾ, ഈക്വൽ. എന്താ ഏത് മൊമെന്റില് ഏത് സിനിമ ഉണ്ട് കേട്ടോ ദുൽഖർ സൽമാൻ ഫാൻ ആയിരുന്നു? വിക്രമാദിത്യ. അടിപൊളിയല്ലേ? അതിനു മുമ്പേയും എപ്പോഴും ദുൽഖർ ഫാൻ തന്നെയായിരുന്നു. പിന്നെ ഒരു കാലത്ത് ദുൽഖർ നിവിൻ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരുന്നു. പിന്നെ ദുൽഖർ തന്നെ കണ്ടിന്യൂ ചെയ്തു. അയ്യോ, നിവിന്റെ ഫാനാണ് കേട്ടോ. എല്ലാരും അടിപൊളിയാണ്. ദുൽഖർ ആണെങ്കിൽ, നിവിൻ ആണെങ്കിൽ, ടൊവിനോ ആണെങ്കിലോ. ടൊവിനോ അപ്പൊ അടുത്ത ദുൽഖർ സൽമാന്റെ ഒരു ഫിലിമില് ഒരു ചാൻസ് അടുത്ത ഫിലിം കിട്ടുവാണെങ്കിൽ ആസ് എ പെയർ ആണോ, ആസ് എ സിസ്റ്റർ ആണോ, എന്താണ് അഭിനയിക്കാൻ താല്പര്യം? സിസ്റ്റർ. അല്ല, ചെറിയ കുട്ടിയല്ലേ, എനിക്ക് ഒരു ബ്രദർലി ലവ് അത് ആക്ട് ചെയ്യാൻ പറ്റിയ സിസ്റ്റർ. അപ്പൊ എത്ര കട്ട ഫാനാണ്? അതെ. വേറെ നമ്മള് സീനിയർ ആക്ടേഴ്സ് ആരും ഇഷ്ടമല്ല? നമ്മുടെ മമ്മൂക്ക, മോഹൻലാൽ. അതെ, ലാലേട്ടൻ, നിക്ക എല്ലാവരുടെയും ഫാനാണ്. മമ്മൂക്ക ഫാനാണ്, ലാലേട്ടൻ ഫാനാണ്.
അതിനിടയിൽ ചൂസ് ചെയ്യാൻ പറയരുത് കേട്ടോ. ഓക്കെ, ഈ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇപ്പൊ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരുപാട് പേര് വിളിച്ച് പ്രശംസിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് സത്യൻ അന്തിക്കാട് സിനിമയാണ്. ആരാദ്യം വിളിച്ചു പറഞ്ഞു? സത്യൻ സാറാണ്. പുറത്തുനിന്ന് ആര് പറഞ്ഞു? മോഹനൻ സർ, മോഹൻ അങ്കിളാണ് വിളിച്ചത്. അരവിന്ദ് നദികൾ. ആ, നിമിഷ ചേച്ചി വിളിച്ചു എന്നെ. നിമിഷ ചേച്ചി വിളിച്ചിട്ടു നന്നായി പറഞ്ഞു. അന്ന് എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നു അറിയോ. ഞാൻ വിളിച്ചതാട്ടോ, ഇൻസ്റ്റയില് ചാറ്റ് ചെയ്ത് നമ്പർ കൊടുത്ത, അപ്പൊ ഞാൻ വിളിച്ചതാ. അങ്ങനെയല്ല, എനിക്ക് നമ്പർ തന്നല്ലോ, അപ്പൊ വിളിക്കാനാണല്ലോ. അടിപൊളിയായിരുന്നു നിമിഷ ചേച്ചി. പിന്നെ ഷാനുഖനെ വിളിച്ചു. ഈ സിനിമയിൽ എടുത്തു അഭിനയിക്കാൻ പോകുന്നു അത് മനസ്സിലായ ഒരു മൊമെന്റിൽ എന്തായിരുന്നു ഫീല്? ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്കില്ലേ. സത്യൻ അന്തിക്കാട് സിനിമ ശ്രീനിവാസൻ സാർ എഴുതുന്നു, ഫഹദ് ഫാസിൽ അഭിനയിക്കുന്നു. ലൈക് ഇതിലും വലിയ സ്റ്റാർട്ട് ഒന്നുമില്ല. അപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു സത്യമായിട്ടും. അതെ, എന്നോട് ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പം കൊച്ചി പോവാൻ റെഡി ആയിക്കോട്ടോ, കൊച്ചി പോവാൻ റെഡി ആയിക്കോ. ഇപ്പൊ നമുക്ക് ആ സിനിമ കാണുന്ന സമയത്ത്, ഇപ്പൊ ടീന മരിക്കണ സമയത്ത് ആ ഒരു സീൻ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും. അതിന് കാരണം ടീന നമ്മുടെ മനസ്സിൽ കേറി ആ ക്യാരക്ടറിലൂടെ. അപ്പൊ ഒരു അഭിനയ എക്സ്പീരിയൻസും ഇല്ലാതെ എങ്ങനെയാണ് അഭിനയിക്കാൻ പറ്റിയത്? സത്യൻ സാറ് പറഞ്ഞതിനെ കൊണ്ട് അതേപോലെ ചെയ്യാൻ പറ്റി. സാറ് അധികം പറയാ വെച്ചാ സാറ് പറഞ്ഞുതരും, അത് ചെയ്താൽ മതി. പക്ഷെ നമ്മളുടേതായിട്ടുള്ളത് കൈന്നിടുന്നത് സാറിന് പ്രശ്നമില്ല. അപ്പൊ സാറ് പറയും, നീ ആയിട്ട് ചെയ്യാ, ഇതാണ് ചെയ്യേണ്ടത്, അത്രേ ഉള്ളൂ. ഇപ്പൊ ഡോഗ്സ് ഒക്കെ ആയിട്ട് ഫ്രണ്ട്ലി ആണോ? വീട്ടില് ഡോഗ് ഉണ്ട്. അപ്പൊ അഴിച്ചു വിട്ടപ്പോഴത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലേ? പകുതിക്ക് ഓടി കയറി. ആ ഓട്ടം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ? എന്തൊരു സ്പീഡാ അറിയാം, ഭയങ്കര ഫാസ്റ്റ് ആണ്. ഇത് ഒരു പെടപെടപെട സൗണ്ടാണ്. പിന്നെ പട്ടീന്റെ ഓടുന്നത്, ഷാനുക്കന്റെ ഓടുന്നത്. അടിപൊളിയായിരുന്നു. ഷൂട്ടിംഗ് കാണാൻ ഞാൻ കുറച്ചൊക്കെ കണ്ടുള്ളൂ. ഓക്കെ, അതിലെ ക്ലൈമാക്സിൽ ഇപ്പം ആ ഒരു സീനില് നമ്മുടെ കാട്ടാക്കട തങ്കപ്പന്റെ ചാക്കിലകപ്പെട്ട പൂച്ച, തെറ്റിക്കരുത്. ആ കഥ പറഞ്ഞ സമയത്ത് ഭയങ്കരമായിട്ട് രസമായിരുന്നു ഫഹദ് ഫാസിലിനെ കണ്ടുകൊണ്ടിരിക്കാൻ. അതെ, അതെന്താ അറിയോ, നിങ്ങള് കാണുന്ന ഇപ്പം ഞാനിങ്ങനെ നേരെ ഫ്രണ്ടെന്ന് കാണല്ലേ, അപ്പം യെല്ലോ ലൈറ്റ്. അപ്പം ഞാൻ ഇങ്ങനെ കാണുമ്പോൾ പ്യൂപ്പിളില്ലേ, കണ്ണിന്റെ പ്യൂപ്പിൾ ഇങ്ങനെ ഡൈലൈറ്റ് ആവും കഥ അറിയുമ്പോ. ഓ, എങ്ങനെ ഒരാൾ ഇങ്ങനെ ഇറങ്ങി ചെല്ല ഒരു വർക്കിന്റെ ഉള്ളിലേക്ക്. അപ്പൊ ഞാനിങ്ങനെ വിട്ട് നിൽക്കും. അതായിരിക്കണം ചെലപ്പോ. ടീന എനിക്ക് നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റി. ഫസ്റ്റ് തിങ് അതാണ്. എന്താ വെച്ചാ സ്വഭാവം ഏതാണ്ടൊക്കെ ഒരേപോലെയാണ്. അതെ, ബർഗറൊക്കെ ഞാൻ കഴിക്കും കേട്ടോ. എന്താ ബർഗർ എനിക്ക് അസുഖമൊന്നുമില്ല. ഈ സിനിമയ്ക്കകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ? ശ്രീനിവാസൻ സാറിന്റെ അടുത്ത് ഷാനുക്ക ഒരു ഡയലോഗ് ചോദിക്കുന്നുണ്ട്, ഞാൻ ഒരിക്കലും എന്റെ ഭാര്യയെ വഞ്ചിച്ചിട്ടില്ല. ഛേ, നിങ്ങളൊരു ഭർത്താവാണോ? അതെനിക്ക് അറിഞ്ഞൂടാലോ, സീനൊന്നും ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ തിയേറ്ററിന് നടുവേ അടിപൊളിയായിരുന്നു. ഭയങ്കര സപ്പോർട്ടീവ് ആണ്, ഭയങ്കര പേഷ്യൻസ് ആണ്. സാധാരണ കേട്ടിട്ടുണ്ട് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന ആൾക്കാരുടെ ഓപ്പോസിറ്റ് നിന്ന് അഭിനയിക്കാൻ ഇത്തിരി പാടായിരിക്കും. കാരണം നമുക്ക് കോൺഷ്യസ് ആവുക, അങ്ങനത്തെ പ്രശ്നം വരും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? ഞാൻ സത്യൻ സാറ് പറഞ്ഞേ ചെയ്തിട്ടേ ഉള്ളൂ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അഭിനയം അല്ലെങ്കിൽ എന്തായിരുന്നു ഡ്രീം? അഭിനയം തന്നെ. ഞാൻ അഭിനയിച്ചിട്ട് പോകും. എനിക്ക് ബക്കറ്റ് ലിസ്റ്റ് ഭയങ്കര വലുതാണ്. എന്തൊക്കെയോ ഉണ്ട്, ഇഷ്ടം പോലെ അഭിനയിക്കണം. ഇപ്പൊ ദുൽഖർ സൽമാനെ കണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാം? കണ്ടാലല്ലേ? ഇതേ അവിടെ നോക്കി പറഞ്ഞു. അയ്യോ, കാണുന്നുണ്ടോ? ഫസ്റ്റ് ടൈം ഞാൻ ബാക്കോട്ടൊക്കെ ഒരൊറ്റ പറയലായിരിക്കും. എന്താ പറയാ, അറിഞ്ഞൂടാ. അതപ്പൊ കണ്ടാലല്ലേ അറിയൂ. ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയാം എന്താ പറഞ്ഞെന്ന്. ഇപ്പം പുതിയ മൂവീസിൽ ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ടോ ഈ ഒരു ക്യാരക്ടർ ചെയ്തതിന് ശേഷം? കമൽ സാറിന്റെ മൂവി വിളിച്ചു. അത് ആക്ച്വലി ഇതിന് മുമ്പേ റിലീസ് ആവുന്നതിന് മുമ്പേ
പാണ്ഡ്യനങ്കിൾ മേക്കപ്പ് ചെയ്യുന്ന പാണ്ഡ്യനങ്കിൾ സജസ്റ്റ് ചെയ്തിട്ട് കമൽ സാറിന്റെ മൂവിന്ന് വിളിച്ചു. രഞ്ജിത്ത് പണിക്കർ സാറിന്റെ മോന്റെ മൂവി, അതും ലേലം 2. ആ ലേലം 2 എന്തായിട്ടാണ്? സുരേഷ് ഗോപിയുടെ മോൾ. സുരേഷ് ഗോപി മോളായിട്ട്. അടിപൊളി. എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ലേലം 2. അപ്പൊ അതിലൊരു പാർട്ടാണ് ദേവിക. അല്ല, ഞാൻ പോണില്ല, എനിക്ക് എക്സാമാ. ആരോ പ്ലിങ്ങായി. എന്നാലും ഇത്രയും നല്ലൊരു ഓഫർ വന്നിട്ട് പോകാതിരിക്കാൻ വിഷമം തോന്നുന്നു. വിഷമം എന്തായാലും ഇല്ലേ, സത്യമായിട്ട് സങ്കടായി. കമൽ സാറിന്റെ മൂവിയിലും പോവാൻ പറ്റിയില്ല, ഭയങ്കര സങ്കടായി. പിന്നെ എല്ലാരും പറയണേ എനിക്ക് സമയമുണ്ടല്ലോ, വെയിറ്റ് ചെയ്യൂ, കുഴപ്പമില്ല. കൊയിലാണ്ടിയിൽ നിന്ന് നേരെ എറണാകുളത്ത് ആണ് ഷൂട്ട്. സിനിമയുടെ ലാംഗ്വേജ് വേറെയാണ്, കൊയിലാണ്ടിയുടെ ലാംഗ്വേജ് വേറെയാണ്. അങ്ങനത്തെ ഭാഷയുടെ പ്രശ്നം ഉണ്ടായിരുന്നു? എപ്പോഴും ഒന്നും ഉണ്ടായിരുന്നില്ല, കൊറേയൊക്കെ. ഞാനിപ്പം കാഷ്വലായിട്ട് സംസാരിക്കുന്ന പോലെ ചിലപ്പോ ഒന്നും പറ്റൂല. അതാ പറ്റൂല, കണ്ടോ, പറ്റൂല. അവിടെ എന്നെ എല്ലാരും കളിയാക്കുമായിരുന്നു. അവിടുന്ന് ഡയലോഗ്സിന്റെ ചിലപ്പോ ഒക്കെ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ റെക്കോർഡൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വീട്ടില് അച്ഛനും അമ്മയുടെ സപ്പോർട്ട് എങ്ങനെയുണ്ട്? അച്ഛനും അമ്മയാണ് കൂടെ വന്നത്. അവര് അമ്മ ലീവ് എടുത്തിട്ട് വന്നു. അച്ഛന്റെ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഒഴിവാക്കി വന്നു. ബിഗസ്റ്റ് സപ്പോർട്ട്. സിനിമ കഴിഞ്ഞിട്ട് ആരെങ്കിലും ടീന എന്ന് വിളിച്ചിട്ട് അപ്രോച്ച് ചെയ്തു? ടീന എന്നാ വിളിക്കുന്നത്. എനിക്ക് സന്തോഷാണ്. ടീനമോൾ. ടീനമോളോ? ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുമ്പോ സിനിമ കഴിഞ്ഞ് സിനിമാ നടിയായി എന്നുള്ളൊരു. സിനിമാ നടിയായി എന്ന് എനിക്ക് തോന്നാറില്ല. ആൾക്കാർ എല്ലാരും എപ്പോഴും ഒന്നും ഇല്ല കേട്ടോ. ചിലപ്പോ ആരെങ്കിലും ഒക്കെ റെക്കഗ്നൈസ് ചെയ്യും. ചിലപ്പോ വല്ലപ്പോഴും എവിടെയോ കണ്ടു മറന്നു. സത്യൻ സാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവിക ചെയ്ത ഒരു പോർഷൻ ഏതായിരുന്നു? എനിക്ക് സോങ് കട്ട്സ് ഒക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. സോങ് കട്ട്സ് ആവുമ്പം നമ്മള് ആസ് യൂഷ്വൽ വെറുതെ നടക്കുക, വെറുതെ സംസാരിക്കുക. അപ്പോഴാണ് ഷാനുക്ക ഭയങ്കര നോളജ് ആണ്. എന്ത് കാര്യത്തിനെ പറ്റിയും എന്തെങ്കിലും ഒരു അറിവ് ഷാനുക്കൊക്കെ ഉണ്ടാവും. ഫഹദ് ഫാസിൽ ഷാനു എന്നുള്ള പേര് നസ്രിയ വന്നു. അടിപൊളി. സെക്കൻഡ് ഡേ ആണ് എന്റെ ബെസ്റ്റ് പാട്ട്. അഞ്ചു ചേച്ചിയുടെ വീടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അഞ്ചു ചേച്ചിന്റെ വീടിനുള്ളിൽ ഞാൻ നിൽക്കാം. അപ്പൊ ഒരു അഖിൽ എന്ന് പറയുന്നത് കേട്ടു. അഖിലേട്ടൻ വന്നിട്ട് മോളെ പുറത്ത് വിളിക്കുന്നുണ്ട്. ഞാൻ പുറത്തു പോയി. നസ്രിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നസ്രിയനെ. നസ്രിയ, ദുൽഖർ. ബാംഗ്ലൂർ ഡേയ്സിലെ എല്ലാരും പൊളിയല്ലേ. ആ ഫിലിമേ എന്താ അടിപൊളി. എന്റെ അടുത്ത് അഖിലേട്ടൻ സത്യൻ സാറിന്റെ മോള് പറഞ്ഞു ഇഗ്നോർ. സങ്കടാവും ചിലപ്പോ. ഫസ്റ്റ് കണ്ടപ്പം ഫസ്റ്റ് കണ്ടപ്പോ എനിക്ക് സങ്കടമായി. ഒരൊറ്റ ട്രോളേ വന്നിട്ടുള്ളൂ കേട്ടോ. എന്താ ഞാനിങ്ങനെ പറയുന്നതിനിടയ്ക്കൊക്കെ ഫിലിം ഡയലോഗൊക്കെ കട്ട് ചെയ്തിട്ട് അതിങ്ങനെ ഒരിതാണ്. അത് ട്രോളില് ഉള്ളതാണ്. അത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ആ ട്രോള്. ആദ്യം കുറച്ചൊക്കെ സങ്കടം, പിന്നെ ഞാൻ ചിരിക്കുകയായിരുന്നു. നിങ്ങളൊക്കെ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കണേ? എത്ര സമയം എടുക്കൂലേ ഇതൊന്നും ഉണ്ടാക്കാൻ? കറക്റ്റ് ആപ്റ്റ് ഡയലോഗ് അവിടുന്ന് ഇവിടുന്ന് പറയുന്നതിന്റെ കൗണ്ടർ പറയേണ്ടത് ഇവര് കണ്ടുപിടിക്കണ്ടേ. ഗുഡ് ജോബ്. അപ്പൊ ഇനി അഭിനയിക്കുന്നത് എക്സാം ഒക്കെ കഴിഞ്ഞ് ഇനി അടുത്ത് +2 ഒക്കെ കഴിഞ്ഞിട്ടാണോ അതോ ഇതിനിടയ്ക്ക് അഭിനയിക്കോ? വെക്കേഷൻ ടൈമിൽ ഒരേപോലത്തെ അല്ലാത്ത ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ. എന്താ ഇപ്പൊ പറയാ, മോഡേൺ ആയിട്ടുള്ള നാടൻ കുട്ടിയായിട്ടൊരു റോൾ. മോഡേൺ നാടൻ എന്നുള്ളൊരു ബേസിസിൽ മാത്രം ഡിഫറൻസ് അല്ല, സ്വഭാവം വയസ്സിലും ഡിഫറൻസ്. ടീന ബോൾഡ് ആണ്, ഭയങ്കര എന്താണ് സ്റ്റബേൺ ആണ്, ബോൾഡ് ആണ്, വാശിക്കാരിയാണ്. പിന്നെ അതിന് കൂടെ തന്നെ വേറെ കുറച്ച് ഇങ്ങനെ എന്താ പാവം അങ്ങനെ. നമുക്ക് നോക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ഇപ്പൊ KPC ലളിത എന്നൊരു ആക്ട്രസിന്റെ ലെവല് ആ ഒരു ഇത് എന്താണ് അടിച്ചടിച്ച് നിന്നു നിങ്ങള്. എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ അഭിനയിക്കുന്ന സമയത്ത്? പ്രശ്നമൊന്നും ഉണ്ടായില്ല?
അത്രയും ഫീലോടെ അല്ലേ പുള്ളിക്കാരി അഭിനയിക്കുന്നത് ആ സമയത്ത്. എന്താ ഒരു കരഞ്ഞോണ്ട് പറയുന്നില്ലേ, ഒരു അടുക്കളയിൽ മീൻ, എന്താ അഭിനയം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതെനിക്ക് കാണുമ്പം ഞാനോ പാലും ജ്യൂസും ഞാൻ വാഷ് ബേസിൽ ഒഴിച്ചാലും മമ്മി അങ്ങനെ അറിഞ്ഞു. എന്റെ കൊരട്ടിമുത്തിയാണേ വേളാങ്കണ്ണി മാതാവാണെങ്കിൽ ഞാൻ സത്യ പറയണേ, ചത്തുപോയ എന്റെ മാത്തച്ഛനാണെങ്കിൽ ഞാൻ പറയുന്ന സത്യാണ്. മോളെ പറ്റി അങ്ങനെ വല്ല കുറ്റവും ഞാൻ പറഞ്ഞു കൊടുക്കാം. അപ്പോഴാണ് ഈ മനസ്സറിയുന്ന യന്ത്രം അതെടുക്കണേ. എടുത്തിട്ട് അപ്പം പറയണം, പൗലി ആൻറ്റി വേളാങ്കണ്ണി മാതാവിനോട് കൊരട്ടിമുത്തിയോടൊക്കെ സോറി പറ. എന്തൊരു ഇനി ഈ സിനിമയിൽ ഒരു ഡ്രീം എന്ന് പറഞ്ഞത് ഡാൻസ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഡാൻസിങ് എനിക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇപ്പൊ ശോഭന, മഞ്ജു വാര്യർ. അയ്യോ, ശോഭന മഞ്ജു വാര്യർ കമ്പയർ ചെയ്യല്ലേ, റിലേറ്റ് ചെയ്യല്ലേ? പിന്നെ അടിപൊളിയല്ലേ മണിച്ചിത്രത്താഴ്, എന്തോ ഒരു രക്ഷയില്ലാത്ത മൂവിയല്ലേ. മഞ്ജു ചേച്ചി അടിപൊളി. മഞ്ജു ചേച്ചി പടം കണ്ടിട്ട് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് അഖിലേട്ടൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡാൻസ് യൂസ് ആക്ട്രസ് ആവാൻ എനിക്ക് ഇഷ്ടമാണ്. ഫ്രണ്ട്സിന്റെ ഒക്കെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്തത് ഫ്രണ്ട്സ് തന്നെയാണ്. ഞാൻ ഫസ്റ്റ് ഷോ കണ്ടതും ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെ കാണുമ്പോൾ അത് അടിപൊളി വേറൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ് എന്തായാലും നന്ദ, അച്ചു, ആകാശ്, ചിന്മയി, അൻശ്വര, ഋതു, വൈഷ്ണവി, വിഘ്നേഷ്, എല്ലാവരും ഇല്ലെങ്കിൽ ഒന്ന് വിട്ടുപോയാൽ എനിക്ക് ഇനി ചെയ്തേക്കും. ഹരി എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. പ്രത്യേകിച്ചും ആകാശൊക്കെ എൻ്റെ പിക്സ് ഒക്കെ എടുക്കുന്ന ആകാശാണ്. ആകാശും അബിയും ഇത് കഴിഞ്ഞ് വന്നപ്പം എടാ എനിക്ക് അവിടെ ഇവിടെയൊക്കെ പിക്സ് കൊടുക്കണം ഒന്നെടുത്ത. അപ്പോൾ എനിക്ക് പിക്സ് ഒക്കെ എടുത്തന്ന് അതൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ തരുന്നതും ഇവർ തന്നെയാണ്. ഫ്രണ്ട്സിന്റെ സപ്പോർട്ട് ബെസ്റ്റ്. ഞാൻ പ്രകാശൻ കാണാത്തവരെ എത്രയും വേഗം പോയി കാണുക. എന്താ വെച്ചാൽ സത്യൻ സാർ, ശ്രീനിവാസൻ സാർ, ഫഹദ്, ഷാനുക്ക, ഇവരുടെയൊക്കെ ഒരു കംപ്ലീറ്റ്ലി അവരൊക്കെ കൂടി വന്നപ്പം ഉണ്ടായൊരു കട്ട മാജിക് തന്നെയാണ് ഞാൻ പ്രകാശൻ. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാത്തവർ എത്രയും വേഗം പോയി കാണുക. പിന്നെ ടീനമോളെയും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു. എന്താ ഇനിയും നല്ല റോൾസ് ഇതുപോലെ ചെയ്യാൻ പറ്റട്ടെ, ഇനിയും നല്ല നല്ല ക്യാരക്ടേഴ്സ് വരട്ടെ, ഹാപ്പി ആയിട്ടിരിക്കട്ടെ എപ്പോഴും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.